ഗുഡ് മോർണിംഗ്. കൊല്ലം സ്റ്റോറീസ് മോർണിംഗ് അപ്ഡേറ്റ്സ്. കൊട്ടിയം ഉമയനല്ലൂരിൽ ദേശീയപാതയ്ക്കായി വൈദ്യുത കേബിൾ സ്ഥാപിക്കാനെടുത്ത കുഴിയിൽ സിമന്റ് ബ്ലോക്കുകളുമായി വന്ന ടിപ്പർ ലോറി മറിഞ്ഞു. കുഴി കൃത്യമായി മൂടാത്തതാണ് അപകടത്തിന് കാരണമായത്. കൂടാതെ കേബിൾ ജോലിക്കിടെ പൊട്ടിയ ജലവിതരണ പൈപ്പ് അധികൃതരെ അറിയിക്കാതെ മണ്ണിട്ട് മൂടിയതിനെ തുടർന്ന് മയ്യനാട് ഭാഗത്തേക്കുള്ള കുടിവെള്ള വിതരണം തടസ്സപ്പെടുകയും റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുകയും ചെയ്തു. കൊല്ലം മരുത്തടി ചോഴത്തിൽ ക്ഷേത്രത്തിന് സമീപം വാടകയ്ക്കെടുത്ത വീട്ടിൽ സൂക്ഷിച്ചിരുന്ന വൻതോതിലുള്ള അറവു മാലിന്യങ്ങൾ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം പിടികൂടി. ബാരലുകളിലും ബക്കറ്റുകളിലും കൂടാതെ 22ഓളം ചാക്കുകളിലുമായി സൂക്ഷിച്ചിരുന്ന നിലയിലായിരുന്നു മാലിന്യങ്ങൾ കണ്ടെത്തിയത്. ഭാര്യ പിതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ ദൃക്സാക്ഷിയായ 10 വയസ്സുകാരിയായ മകളെ വധിക്കാൻ ശ്രമിച്ച ഷിബു എന്നയാൾക്ക് കോടതി 4 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും വിധിച്ചു. 2021 നടന്ന കൊലപാതക കേസിൽ മകൾ തനിക്കെതിരെ സാക്ഷി പറയുമെന്ന് കരുതി 2023 മാർച്ചിലായിരുന്നു ഇയാൾ മകളെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സംസ്ഥാന സർക്കാർ എംപ്ലോയ്മെന്റ് വകുപ്പ് വഴി നടപ്പിലാക്കുന്ന മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 18നും 30നും ഇടയിൽ പ്രായമുള്ള കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്കാണ് അവസരം. അഞ്ചലിലെ ജ്യൂസ് കടയിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ 1/4 ലക്ഷം രൂപയുടെ ലഹരി വസ്തുക്കൾ പിടികൂടി. കട നടത്തിപ്പുകാരനായ ബീഹാർ സ്വദേശി ശ്രാവണിനെ കസ്റ്റഡിയിലെടുത്തു. സ്കൂൾ കുട്ടികൾ ധാരാളമായി എത്തുന്ന ഈ കടയിൽ ആവശ്യക്കാർക്ക് ഗോഡൌണിൽ പോയി സാധനങ്ങൾ എത്തിച്ചു നൽകുന്നതായിരുന്നു രീതി. നേരത്തെയും ഇതേ കടയിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടികൂടിയിട്ടുണ്ട്. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ കൊല്ലം ഉളിയകോവിൽ നായേഴ്സ് ഹോസ്പിറ്റൽ റോഡിൽ നാളെ മുതൽ ഫെബ്രുവരി 1 വരെ ഗതാഗതം നിരോധിച്ചു. നായേഴ്സ് ആശുപത്രി ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ പുന്നത്താനം വഴിയും ഉളിയകോവിൽ നിന്നുള്ളവ പുന്നമൂട്ടിൽ നിന്ന് തിരിഞ്ഞ് രണ്ടാംകുറ്റി വഴിയും പോകണമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില: പവന് 99,040 രൂപ, ഗ്രാമിന് 12,380 രൂപ.